യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. ഇത്ര മോദം പാർത്ഥലത്തിൽ ജീവിക്കും നാൾ. ഇത്ര മോദം പാർത്ഥലത്തിൽ ജീവിക്കും നാൾ. ആമേൻ. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു ആഹ്വാനമാണ്. ഒരു സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വചനമാണ്. അത് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടു, എന്ത് സംഭവിക്കും, എന്തുണ്ടാകും, അങ്ങനെയുള്ള ഓരോ ചിന്താഗതികളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമായി ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എഴുതട്ടെ. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാം. അപ്പോൾ ഈ ഭൂമിയിലെ യാതൊന്നിനെയും ഭയപ്പെടാതെ, യാതൊരു പ്രതിസന്ധികളെയും ഭയപ്പെടാതെ യേശു ക്രിസ്തുവിനോടൊപ്പം ജീവിച്ച് നമുക്ക് നിത്യതയിലേക്ക് മടങ്ങിച്ചെല്ലാം. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ, സന്തോഷമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. ഇടമാറ്റമില്ലാത്ത വചനം ഞങ്ങൾ കേട്ടല്ലോ അപ്പാ. ആ വചനം ഞങ്ങളുടെ ജീവിതത്തെ ക്രിയ ചെയ്യട്ടെ. യേശു ക്രിസ്തുവിലൂടെ ജീവിച്ച് ഈ ഭൂമിയിൽ ജയകരമായ ജീവിതം നയിച്ച് നിത്യത്തിലേക്ക് മടങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. സ്തോത്രം. എല്ലാവരെയും സന്തോഷമായും സമാധാനമായും ഐശ്വര്യമായും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.